പ്രിയമുള്ളവരെ, ഏറ്റവും പവിത്രമായൊരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള രാജ്ഘട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കേണ്ട ഒരു സ്ഥലം. എന്നെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു മാർഗദർശിയാണ്. അതുകൊണ്ട് തന്നെ അതീവ ഹൃദ്യമായിട്ടൊരു യാത്രയായിട്ട് ഞാൻ ഈ രാജ്ഘട്ടിൻ്റെ വിസിറ്റും അതുപോലെ തന്നെ ഈ യാത്രയും കാണുകയാണ്. നമുക്ക് വളരെ മൗനമായിട്ട് എന്നാൽ വളരെ പവിത്രതയോടുകൂടി നമുക്ക് രാജ്ഘട്ടിലെ ചിത്രീകരണം കാണാം. രാജ്ഘട്ടിലേക്ക്, അതായത് മഹാത്മാഗാന്ധിജിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ചുറ്റും നല്ല പച്ചപ്പാണ്. അതീവ ഹൃദ്യമായിട്ടാണ് ഇതുവരെ ഈ ഒരു ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ഥലം അവർ ഒരുക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നോക്കിക്കേ, ഒരിക്കലും അണയാത്ത തിരികളുടെ മുന്നിലായിട്ട് നമുക്ക് മഹാത്മാഗാന്ധിജിയുടെ പൂജ്യ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. സ്പീഡിൽ നടന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കഥക്കുന്നു. നമുക്ക് നോക്കാം. ഭജൻ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിജിയുടെ ഭൗതിക ശരീരം ഉള്ളടക്കം ചെയ്തിരിക്കുന്ന പാവനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.